ഹലോ നമസ്കാരം, എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് 777 ജാക്ക് ജോൺസിന്റെ അടുത്ത വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിറ്റി സെന്ററിലെ പാർട്ട് 2. എന്നാ പിന്നെ മിസ് ചെയ്യാതെ ചോക്ലേറ്റിന്റെ സെഷനിലൂടെ തന്നെ തുടങ്ങാം അല്ലേ. ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടായാലും കാണാൻ ഇഷ്ടമില്ലാത്തവർ കുറവായിരിക്കും. ഈ ഏരിയ മിക്കപ്പോഴും നമ്മൾ മിസ് ചെയ്യാറില്ല കേട്ടോ. ഗ്രേറ്റ് ഡീൽ ആൻഡ് ഗുഡ് കളക്ഷൻ. ഇരിക്കുന്നത് ഡ്രൈ ലെമൺ ആണ്. ചെറുനാരങ്ങയില്ലേ, ഡാർക്ക് കളറിലും ലൈറ്റ് കളറിലുമുള്ള കോംബോ പാക്കാണ് ഞങ്ങൾ എടുക്കുന്നത്. ചില സമയത്തൊക്കെ ഓഫറിൽ വരാറുണ്ട്. ഞങ്ങൾ ബിരിയാണിയിലാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഇതിന്. ഈ ഇരിക്കുന്നതെല്ലാം സോൾട്ട് വാട്ടറിൽ പ്രിസർവ് ചെയ്തിരിക്കുന്ന ഗ്രേപ്പ് ലീവ്സിന്റെ ബോട്ടിൽസ് ആണ് കേട്ടോ. ക്യുക്കുംബറും ഉണ്ട്. ഒലിവിന്റെ സെക്ഷനിൽ എത്തുമ്പോൾ കുറച്ച് കൺഫ്യൂഷനാണ്. നമ്മൾക്കത് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് തന്നെ നോക്കി വാങ്ങിക്കുന്നതാണ് നല്ലത്. കാരണം പലരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണല്ലോ. ഒലിവിൽ തന്നെ ഏകദേശം 139ഓളം വെറൈറ്റീസ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. വെരി ഹൈ റിച്ച് ഇൻ വൈറ്റമിൻ ഇ ആണ്. ആൻറ്റി ഓക്സിഡൻസും കൂടി ഉണ്ട് കേട്ടോ. ഗ്രീൻ ഒലീവ്സ് കൂടുതലായിട്ടും റൈപ്പൻ ആവുന്നതിന് മുമ്പേ, അതായത് പാകമാകുന്നതിന് മുമ്പ് തന്നെ അവർ എടുക്കുന്നതാണ്. ബ്ലാക്ക് ഒലീവ്സ് ആണെങ്കിൽ പാകമായതിനു ശേഷമാണ് അതിന് ബ്ലാക്ക് കളർ വരുന്നതെന്നാണ് പറയുന്നത്. പാകമാവുന്നതിനനുസരിച്ച് കളർ മാറി ബ്രൗൺ, പർപ്പിൾ, പിന്നെ ബ്ലാക്ക് ഒക്കെ ആവുന്നതാണ്. സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ബ്ലാക്ക് ഒലീവ്സ് ആണ്. ക്വീൻ ഓഫ് ഒലീവ് ഏതാണെന്നറിയാമോ? അത് ഗോർദാലാണ്. സ്പാനിഷ് ഒലീവാണ്. ചിക്കൻ്റെയും പലതരം മീറ്റിൻ്റെയും സെക്ഷനാണ്. ഇവിടെ അധികം കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിഷിൻ്റെ സൈഡിലെ ഡിസ്പ്ലേ അടിപൊളിയാണ്. ചാഞ്ഞും ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ. എല്ലാത്തരം മീനുകളും പല വെറൈറ്റീസും കാണാൻ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും സെക്ഷനിലേക്ക് പോകാം കേട്ടോ. ഇവിടെ ഇപ്പോൾ സ്ട്രോബെറീസിൻ്റെ സീസൺ ആയിട്ടുണ്ട്. ഫാമിലാണ് ഈ സ്ട്രോബെറീസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇതൊക്കെ നമ്മുടെ കരിമ്പാണ് കേട്ടോ. ഷുഗർ കെയിൻ, ഇതെല്ലാം പാക്കറ്റ്സിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പൈനാപ്പിളിൻ്റെ സെക്ഷനിൽ ഇതേ ഒരു മിനി പൈനാപ്പിൾ ഉണ്ടായിരുന്നേ. കാണാൻ നല്ല ഭംഗിയായിരുന്നു. നിറച്ച് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് അടുത്തത്. കുറച്ച് നേരമായിട്ട് പാക്കറ്റിലുള്ള ഫ്രൂട്ട്സ് അല്ലേ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാ ഇനി ഒരു ചേഞ്ച്, ഒരു ട്വിസ്റ്റ്. നമുക്ക് മരത്തിൽ നിന്നും ഓറഞ്ച് പറിച്ച് കഴിച്ചാലോ? ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഓറഞ്ച് മരത്തിന്റെ താഴെ നിന്ന് നമുക്ക് ആപ്പിളും എടുക്കാം, ഓറഞ്ചും എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ബോറടി ഇല്ലാതെ ഷോപ്പിംഗ് ചെയ്യാനുള്ള എല്ലാം ഇവിടെയുണ്ട്. നേരത്തെ ചോക്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ അത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ.
ഇനി കേക്കിൻ്റെ സെക്ഷനാണ്. കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് കണ്ടു നിൽക്കണോ കഴിക്കണോ എന്ന് തന്നെ കൺഫ്യൂഷൻ ആകും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോർ എത്തുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ആൻഡ് സീഡ്സിൻ്റെ സെക്ഷനാണ്. ഒരുവിധം എല്ലാ തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും, ആൽമണ്ട്സ്, കാഷ്യൂസ്, പീനട്ട്സ്, പിസ്താഷ്യൂ, വാൽനട്ട്, ഹേസൽനട്ട്, പൈൻ നട്ട്സ്, റേസിൻസ്, ഡേറ്റ്സ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഷോപ്പിംഗൊക്കെ കണ്ട് നിങ്ങൾ ടയർഡായി കാണും അല്ലേ? ക്രിസ്മസ് അല്ലേ, എന്ത് ചെയ്യാനാ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ അനുഭവങ്ങളുമായി, ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.